കാട്ടാന ബേലൂർ മഖനെ പിടികൂടാനുള്ള ദൗത്യസംഘത്തിൻ്റെ ഇന്നത്തെ ശ്രമം അവസാനിപ്പിച്ചു. ദൗത്യം നാളെയും തുടരും. വിവരങ്ങളുമായി ഇർഫാൻ ചേരുന്നുണ്ട്. ഇർഫാൻ, വളരെ സങ്കീർണമാവുകയാണ് മഖനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ. നേരത്തെ തന്നെ മോഴയാന ഈ സംഘത്തിൽപ്പെട്ടവർ, ദൗത്യസംഘത്തിൽപ്പെട്ടവരെ ആക്രമിക്കാൻ ഒരുങ്ങിയതടക്കമുള്ള സംഭവങ്ങളുണ്ടായി. വലിയ തരത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടോ? നാളെയും ദൗത്യം തുടരുമെന്ന് വിവരങ്ങൾ വരുന്നു. എന്താണ് ഏറ്റവും പുതുതായി അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ, ദൗത്യത്തിൻ്റെ ഒരു സ്ഥിതി? സിജു, 5-ാം ദിവസത്തെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യമാണ് ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത്. ദൗത്യം പൂർണ്ണമായി അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം രാത്രി നിരീക്ഷണം കൂടുതൽ ശക്തമായി തുടരും. ജനവാസ മേഖലയിലേക്ക് ആനയും അതോടൊപ്പം തന്നെ കൂടെയുള്ള മോഴയാനയും ഇറങ്ങുന്നത് തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇന്നും തുടരും. 12 സംഘങ്ങളായി തിരിഞ്ഞ് RRT ദൗത്യ സംഘങ്ങൾ ഈ ജനവാസ മേഖലയിൽ ഉണ്ടാവും. ആ പ്രദേശത്ത് കൂടുതൽ സേനയെ അല്ലെങ്കിൽ കൂടുതൽ ദൗത്യസംഘത്തെ വിന്യസിക്കാനുള്ള ഒരു തീരുമാനവും അല്ലെങ്കിൽ ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അത്തരമൊരു ആലോചനയാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ജനവാസ മേഖലയായ മണ്ടുണ്ണി കോളനി, അതോടൊപ്പം തന്നെ കൂപ്പ കോളനി, ഇരുമ്പുപാലം കോളനി തുടങ്ങിയ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച് സുരക്ഷയും രാത്രികാല പെട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട്. ആന മഗ്ന പിടികൊടുക്കാതെ 5-ാം ദിവസവും ഈ അനുയോജ്യമായ മയക്കുവെടി വെക്കാൻ അനുയോജ്യമായ സ്ഥലം കിട്ടാത്തതാണോ പ്രധാന തടസ്സം? മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ദൗത്യസംഘം പറയുന്നുണ്ടോ? പ്രധാനമായും 2 തടസ്സങ്ങളാണുള്ളത്. മഗ്നയ്ക്കൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള മറ്റൊരു മോഴയാന, RRT സംഘത്തെ ഉൾപ്പെടെ ആക്രമിക്കാൻ പാഞ്ഞെടുത്ത മോഴയാന തന്നെയാണ് പ്രധാനമായും ഉണ്ടാകുന്ന ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്ന്. കാരണം മഗ്നയ്ക്ക് അടുത്തെത്താൻ ഈ മോഴയാന സമ്മതിക്കുന്നില്ല. ഈ RRT സംഘത്തെ ഉൾപ്പെടെ ദൗത്യസംഘത്തെ ഉൾപ്പെടെ ആക്രമിക്കാൻ ഈ മോഴയാന പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പ്രധാന വെല്ലുവിളിയാണ്. രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് അനുയോജ്യമായൊരു സാഹചര്യം, സ്ഥലവും ഒത്തുവന്നിട്ടില്ല. പലതവണ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നുമായി 3 തവണയും 4 തവണയൊക്കെ ദിവസേന ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഈ മയക്കുവെടി വെക്കുമ്പോൾ ആന കുറ്റിക്കാടുകളുള്ള പ്രദേശത്തേക്ക് വലിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇതും പ്രധാന വെല്ലുവിളിയിൽ ഒന്നാണ്. ഈ 2 പ്രധാന വെല്ലുവിളിയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. നാളെ പുലർച്ചെ 5:00 വീണ്ടും 6-ാം ദിവസത്തെ മയക്കുവെടി വെക്കാനുള്ള 6-ാം ദിവസത്തെ ദൗത്യം പുനരാരംഭിക്കും. താൽക്കാലികമായി ശരി, ഇർഫാനാണ് വിവരങ്ങൾ നൽകിയത്. ബേലൂർ മഖനെ പിടികൂടാനുള്ള ദൗത്യം ഇന്ന് അവസാനിപ്പിച്ചിരിക്കുന്നു. നാളെ വീണ്ടും ദൗത്യം പുനരാരംഭിക്കും. ഒരു മോഴയാന ഈ തടസ്സമുണ്ടാക്കുന്നതാണ് ഇപ്പോൾ ദൗത്യത്തിന് വലിയ തടസ്സമായി വരികയും ചെയ്തിരിക്കുന്നത്. വിവരങ്ങളാണ് ഇർഫാൻ നൽകുന്നത്.